മാനസേശ്വരി മനോഹരി വരുണാതിർദിർദം തോം മാനസേശ്വരി മനോഹരി വരു തകധി തക തകധി തക തകധി തനന 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 തനനാതിർദിർദം തോം തനന മാനസേശ്വരി മനോഹരി വരു മാനസേശ്വരി മനോഹരി വരും തകധി തക തകധി തക തകധി തനന 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 തനനാതിർദിർദം തനന മാനസേശ്വരി മനോഹരി വരൂ മാനസേശ്വരി മനോഹരി വരു തകധി തക തകധി തക തകധി തനന 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 തനനാതിർദിർദം തനന മാനസേശ്വരി മനോഹരി വരൂ. അഞ്ജു, നല്ലൊരു ഗാനമാണ്. അതെങ്ങനെ പാടി നമുക്ക് ചിത്ര ചേച്ചെടുത്ത് ചോദിക്കാം. കുഴപ്പമില്ലാതെ പാടിയ മോളെ. താങ്ക് യു ചേച്ചി. ഇന്ന് മെയിൻ എനിക്ക് തോന്നിയ എന്താ അറിയോ, അഞ്ജുവിന്റെ റിയൽ വോയിസിൽ പാടണോ ഫോൾസെറ്റോയിൽ പാടണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇന്ന് സിംഗിങ്ങിൽ ഉണ്ടായിരുന്നു. ആണോ? മോള് ആദ്യത്തെ രണ്ടുപേരി മോളൊരു ക്ലാസിക്കലായിട്ട് ആ ഒരു ഗമകം കൊടുത്ത് പാടാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് മോള് ഫോൾസെറ്റോയിലേക്ക് പോകുമ്പോൾ അതങ്ങ് ഫീബിൾ ആയി പോന്നു. ഒരു വ്യത്യാസം മോക്ക് പാടുമ്പോൾ ഒരു കംഫർട്ടബിൾ ആയിരുന്നു, പ്രത്യേകിച്ച് പല്ലവി. ചേച്ചി, എനിക്ക് ഇങ്ങനെ മാറുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാകുന്നു. അല്ലാണ്ട് ഞാൻ പാടി പോകുമ്പോ അങ്ങനെ പാടിനകത്ത് ഡീറ്റെയിൽഡ് പറയുകയാണെങ്കിൽ മാനസേശ്വരി ഒരു സാധനമുണ്ട്, അതൊരു സ്ഥലത്തും പാടില്ല. അവസാനത്തെ പല്ലവിൽ അങ്ങോട്ട് മാത്രമേ അത് പാടിയിട്ടുള്ളൂ. പിന്നെ ധീം എന്നാരെ പറഞ്ഞ അതിനകത്ത് അങ്ങനെ ഉണ്ടോ? അതിനകത്ത് തക്കത്തീം എന്നല്ലേ കേട്ടിട്ടുള്ളൂ. മോളെല്ലാം ധീം എന്നാണ് പറഞ്ഞത്. ധായ്ക്കൊരു സ്ട്രെസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ തനന 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 അവിടെയും സ്ട്രെയിൻ ഉണ്ടായിരുന്നു വോയിസിൽ പാടുമ്പോ. പിന്നെ പദങ്ങൾ ഒന്ന് പാടിക്കാം ഒരു പോർഷൻ. പൂക്കടമ്പോ കാറ്റിലല്ലേ, അവിടെയും ക്ലാരിറ്റി മിസ്സായിപ്പോയി. ആക്കി നിറഞ്ഞു, ആക്കി അവിടെ എത്തിയില്ല. അതുപോലെ ആ പോർഷനും
അവിടെ ഒന്നുകൂടെ വൃത്തിയാവാനുണ്ട്. ആ മോളിൽ പോയി വരുന്ന പോർഷനിലാണ് മോക്ക് കൂടുതൽ ഒരു സ്ട്രെയിൻ വോയിസിൽ തോന്നിയിരുന്നത്. പിന്നെ സെക്കൻഡ് ചരണത്തിലെ മോള് സെയിം ലിറിക്സ് തന്നെ ഫസ്റ്റ് ഹാഫ് റിപ്പീറ്റ് ചെയ്തു. ബീജത്തിന്റെ സമയത്ത് മൊത്തം ആലോചിക്കുമായിരുന്നു ലിറിക്സ് എന്താന്ന്. പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഓർമ്മ വന്നു കറക്റ്റ് ആയിട്ട്. കൈ നിറയെ കണി പോക്കണം ഇത്രയും നേരം ആലോചിച്ചു. പിന്നെ യോ പാട്ട് പാടി. അതെ ഞാൻ അതൊന്നും വന്നില്ലല്ലോ എന്നിങ്ങനെ ഈ ഒരു ചരണം കൂടെ ഉണ്ടോന്നൊക്കെ പ്രതീക്ഷിച്ചു പോയി. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ മോള് തന്നെ മാനസേശ്വരി മാനസേശ്വരി മനോഹരി അവിടെയും ചേർന്നിട്ടില്ലായിരുന്നു. ഇങ്ങനെ കുറെ സ്ഥലത്തൊക്കെയാണ് ഒരു മൊത്തത്തിൽ എനിക്കൊരു സിംഗിങ് എന്നൊരു നല്ലൊരു പെർഫെക്ഷൻ ലെവലിൽ നിന്ന് കുറച്ച് കുറഞ്ഞു നിന്നിരുന്നു കേട്ടോ. കുറച്ചുകൂടെ നമുക്ക് വൃത്തിയാക്കായി പാട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ചേച്ചി. രാധിക? എന്റെ പെറ്റ് നെയിമാണ് അഞ്ജു. നന്നായിരുന്നു അഞ്ജു. താങ്ക് യു ചേച്ചി. നല്ല കോസ്റ്റ്യൂം ആയിരുന്നു. താങ്ക് യു. നല്ല എനർജി ലെവലായിരുന്നു. കുറച്ചുകൂടെയൊക്കെ നന്നാക്കായിരുന്നു അല്ലേ? സുഖമില്ല? സുഖക്കുറവൊന്നുമില്ല. ഫൈനൽ സ്റ്റേജ് ആണ്. നല്ലപോലെ ശ്രദ്ധിച്ച് നല്ലപോലെ കോൺഫിഡൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശ്രീയേട്ട? അഞ്ജു ഇന്ന് തിരക്കേടില്ലാതെ പാടി. താങ്ക് യു സർ. കുഴപ്പമില്ല, നല്ല പാട്ട്, എനിക്കിഷ്ടമുള്ളൊരു പാട്ട്. പക്ഷെ ഇതിനകത്ത് ഒരു സ്ഥലം, ഇതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ ശ്രുതി എന്നിട്ട് ഒരു ആരോഹണം അവരോഹണം അങ്ങോട്ട് പാടിക്കുന്നു. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് ഒറ്റ സ്ഥലത്ത് പോലും ശരിയായില്ല. അതെന്താ? ഇപ്പൊ സ്വരം കറക്റ്റായിട്ട് പാടുന്നുണ്ട്. ആ പോർഷൻ പാടിക്കും. എത്രയേ ഉള്ളു, പാടി. ഇവിടെ പോണമെന്നില്ല. പോലെ കാതരമിഴിയായി നിൽക്കും എന്നാണ് വരുന്നത്. കറക്റ്റായിട്ട് ആ നോട്ടിൽ വരൂ. ആ അങ്ങനെ പടി ഇറങ്ങി വരണം. അത് ഒരിടത്തും ചേർന്നിരുന്നില്ല. പിന്നെ മാനസേശ്വരിയോ അവിടെ അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് പിന്നെ മനോഹരി എന്ന് പറഞ്ഞു വരുന്ന പോർഷൻ വരുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും ഇതൊന്നുമല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ഫൈനലായി. കാരണം നമ്മൾ ഈ തമാശ പറയുന്നതും ജഡ്ജസ് ഇരുന്ന് എന്താണ് ചിരിക്കുന്നതിന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് ദ ഷോ ലൈവ്ലി, അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് പിച്ചുമ്പയും പറയുന്നതല്ല, നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ടും അല്ല. പക്ഷെ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവരുത്. എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ പാടുന്നതിലൊരു ടെൻഷൻ ഉണ്ടാകുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് തമാശ രൂപേണ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് പാടിയാ പോരാ അഞ്ജു. കാരണം ഒരുപാട് സംഗതികൾ ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു തൊണ്ടയാണ്. അപ്പൊ അതിനകത്ത് ഈ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശ്രീയേട്ട. ഫൈനലി ശരത് സർ? കൊള്ളായിരുന്നു മോളെ. താങ്ക് യു സർ. മോളിത് ഒറിജിനൽ കേട്ടാണോ പഠിച്ചത്? അതെ. നാതിരതിര് തായല്ലേ മോളെ? സാർ എനിക്ക് തോന്നുന്നാണ് കേൾക്കുന്നത്. ഇതൊന്ന് അല്ല, എനിക്ക് കേൾക്കുമ്പോ ഒക്കെ അങ്ങനെയാണ് തോന്നുന്നത്. ശരിക്കുള്ള ഓരോന്നും എക്സ്ക്യൂസ് കേട്ടോ. എനിക്ക് അങ്ങനെ കേൾക്കുന്നു. അയലത്തുകാരെ കൊണ്ട് കേൾപ്പിക്കാതെ എന്തായിരുന്നു? അവർക്ക് എന്ത് കേൾക്കുന്നു? അഞ്ജു ചേച്ചിയെ കൊണ്ട് ഇടിപ്പിക്കും ഞാൻ അഞ്ജുവിനെ. പിന്നെ അതന്നെ ഇപ്പൊ അണ്ണൻ പാടിച്ചു. അത് പിന്നെ മാനസേശ്വരിയൊക്കെ മോക്ക് അത് ശ്വാസം ഇല്ലാണ്ടായിപ്പോ അതെന്താണ് പറ്റുന്നത്? അത് പാടാൻ വയ്യാണ്. മാനസേശ്വരി ആ വിട്ടിട്ടൊക്കെ പാടണു. പിന്നെ പൂക്കടമ്പോ ആ സംഗതി മോളെ കുറച്ചും കൂടെ ശരിയാക്കാം. ആവനാഴി, കാതരമേനി, സെക്കൻഡ് ചരണം, പിന്നെ എന്ന പോലെ എന്നുള്ളതൊക്കെ അവിടെ ഹിറ്റ് ചെയ്യണം മോളെ. കറക്റ്റായിട്ട് ആ സ്വരങ്ങൾ അങ്ങോട്ട് പോകുമ്പോ, പ്രത്യേകിച്ച് സലിതയുടെ പാട്ട്, കാരണം അങ്ങനെ തെന്നിത്തെറിച്ച് കിടക്കാന്ന് നോട്ട്സ്. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് പോയി പിടിച്ചില്ലെങ്കിൽ കുപ്പിയിൽ ഇറങ്ങിപ്പോവും. അല്ല എന്റെ വരൂ മോള് കുറച്ച് കൂടെ ചേർക്കണം. അത് ആട്ടം ഉണ്ട് അതിന്, അങ്ങനെ ഇല്ലാണ്ട് കേട്ടോ. നിങ്ങളൊക്കെ നല്ല പാട്ടുകാർ, അതുകൊണ്ട് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മളെ വിഷമിപ്പിക്കരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ, അഞ്ജുവിന്റെ മാർക്സിലേക്ക് അടുക്കാം. ശ്രീയേട്ട? 23. 23. ശരത് സർ? 22. താങ്ക് യു സർ. ചിത്ര ചേച്ചി? 22. താങ്ക് യു ചേച്ചി. രാധിക out of 10? 8. 8 out of 10.
ടോട്ടൽ മാർക്സ് 75. 75 മാർക്സ് ആണ്